Good afternoon. നമ്മൾ നാവിന്റെ ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എത്ര എണ്ണം പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സില്? എത്ര എണ്ണം പറഞ്ഞു? 16ാമത്തെ പറഞ്ഞായിരുന്നോ? എത്ര എണ്ണം കംപ്ലീറ്റ് ആക്കി? 14. ഓക്കെ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഫോർമുലാസിൽ 14 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. ഇനി നെക്സ്റ്റ് നോക്കി 15ാമത്തെ. ഇപ്പൊ അതിനകത്ത് 14ാമത്തെ ഫോർമുല ഒന്ന് ടിക്കറ്റ് വെച്ചത് കേട്ടോ. ഓക്കെ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഇനി നെക്സ്റ്റ് നോക്കാം. നമുക്ക് 15ാമത്തെ ഫോർമുല ഏതാന്ന് നോക്കിയേ. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. 16 പറഞ്ഞോ? ഓക്കെ. ഓക്കെ, കുഴപ്പമില്ല. രണ്ടെണ്ണം കൂടി പറഞ്ഞേക്കാം. നോക്കിയേ, അതായത് സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മള് ട്രിപ്പ് ഒക്കെ ഇടുമ്പോഴോ അല്ലെങ്കിൽ വെയിനിലേക്ക് നേരിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. വെയിനിലേക്കൊക്കെ നേരിട്ട് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ സംഭവിക്കുന്ന ബ്ലഡ് സ്ട്രീം രക്തപ്രവാഹത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, അതിന്റെ പെർസെന്റേജ് റേറ്റ് ആണ് നോക്കുന്നത്. ഫോർമുല നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ എ മന്ത്. ആ ഒരു മാസം റിപ്പോർട്ട് ചെയ്യുന്ന ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷന്റെ എണ്ണം, നമ്പറിനെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. അവിടെ മൊത്തത്തിലുള്ള അതിന് ഇൻഫെക്ഷൻ വരാത്തതൊക്കെ വരുന്ന മൊത്തത്തിലുള്ള സെൻട്രൽ ലൈൻ ഡേയ്സും കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000. സോറി, 1000 അല്ല, 100 ആണ് കേട്ടോ. അത് 3 ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേ കേട്ടോ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് കറക്റ്റ് ആക്കിയത്. കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അത് റേറ്റ് ചോദിച്ചുകൊണ്ട് നമ്മൾ പെർസെന്റേജ് റേറ്റ് ഒക്കെ വരുമ്പോൾ ഇൻറ്റു 100 ആണ്. അപ്പൊ 13ാമത്തെയും 14ാമത്തെയും 15ാമത്തെയും അത് 3ഉം 1000 എന്നുള്ളത് വെട്ടിയിട്ട് നിങ്ങൾ 100 എന്ന് ആക്കിയേക്കാം കേട്ടോ. 100. അപ്പൊ സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ്, ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷന്റെ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ്. ആ മൊത്തത്തില് അവിടെ ഇഞ്ചക്ഷൻ ചെയ്ത അല്ലെങ്കിൽ ട്രിപ്പ് ഇട്ട പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത 16 എന്താ 12 ആണോ? 12 ഇല്ല കേട്ടോ. 12 എന്ന് വെച്ചാല് അവിടെ എന്താ പറഞ്ഞേക്കുന്നേ, അവിടെ 1000 പേഷ്യന്റ് ഡേറ്റ് തന്നിട്ടുണ്ട്. അവിടെ 1000 തന്നെയാണ് കേട്ടോ. 1000 പേഷ്യന്റ് ഡേന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്തേ കിടക്കുന്ന. ബാക്കി 13, 14, 15 അത് 3 ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കാം. അടുത്ത് നോക്കിയേ, 16ാമത്തെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ്. സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ നമ്മൾ CSST-യിലൊക്കെ പഠിച്ചില്ലേ? പ്രോപ്പറായിട്ട് എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ? അത് സ്റ്റെറിലൈസ് ചെയ്യണം. അത് നമ്മൾ പ്രോപ്പറായിട്ട് എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്റ്റെറിലൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ അണുവിമുക്തമാക്കാത്ത എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ സർജറി ചെയ്യുമ്പോൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ റേറ്റ് ആണ് കാണുന്നത്. എങ്ങനെ കാണാം? നമ്പർ ഓഫ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഇൻ എ ഗിവൺ മന്ത്. ആ ഒരു മാസം റിപ്പോർട്ട് ചെയ്ത സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം.
എണ്ണം. അതിന് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോം ഇൻ ദാറ്റ് മന്ത്. ആ ഒരു മാസം മൊത്തത്തിൽ നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, 16ാമത്തെ ടിക്കറ്റ് വെച്ചോട്ടോ, ഇത് പഠിക്കണം. അപ്പൊ ഒരു മാസം നടത്തിയ സർജറികളില് അതിനകത്ത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന്റെ എണ്ണം, അതിനെ ടോട്ടൽ നമ്പർ ഓഫ് സർജറി പെർഫോം ഇൻ ദാറ്റ് മന്ത്, ആ മാസം മുഴുവനും നടത്തിയ സർജറികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ 17ാമത്തെ ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. കംപ്ലൈൻസ് നമ്മൾ പാലിക്കുക. ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ പെർസെന്റേജ്, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്, ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ എണ്ണം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ആക്ഷൻ പെർഫോംഡ്. അവിടെ മൊത്തം പെർഫോം ചെയ്ത അല്ലെങ്കിൽ നിർവഹിച്ചിട്ടുള്ള ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ എണ്ണം, അതിനെ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളുള്ള എണ്ണം കൊണ്ട്, അവിടെ ഹാൻഡ് ഹൈജീൻ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളവരുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അതും ഒന്ന് നോട്ട് ചെയ്തിട്ടേ കേട്ടോ. മൊത്തം അവിടെ നടത്തിയ ഹാൻഡ് ഹൈജീൻ പ്രവർത്തനങ്ങളുടെ എണ്ണം, അതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുക. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഹൈജീൻ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഹാൻഡ് ഹൈജീൻ പാലിക്കാൻ അവസരങ്ങളുള്ള ആ പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ 16, 17 രണ്ടും നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ തന്നെ നിങ്ങൾ അത് ടിക്കറ്റ് വെച്ചാൽ മതി കേട്ടോ, ടിക്കറ്റ് വെക്കാം. ഇനി അടുത്തത് 18. Percentage of cases for received appropriate prophylactic antibiotics within the specific time frame. Percentage of cases who received appropriate prophylactics. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ എന്താ? രോഗനിവാരണം. അപ്പൊ രോഗനിവാരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ, അതാണ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം, ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഉചിതമായിട്ടുള്ള രോഗനിവാരണത്തിനുള്ള ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച കേസുകളുടെ എണ്ണം. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, ഒരു ടൈം ഫ്രെയിം പറയുന്നുണ്ട്, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ഉചിതമായിട്ടുള്ള പ്രൊഫൈലാറ്റിക്സ് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച കേസുകളുടെ എണ്ണം. എങ്ങനെയാ? നമ്പർ ഓഫ് പേഷ്യന്റ് ഹു ഡിഡ് റിസീവ് അപ്രോപ്രിയേറ്റ് പ്രൊഫൈലാറ്റിക് ആന്റിബയോട്ടിക്സ്. പ്രൊഫൈലാറ്റിക്സ് ആന്റിബയോട്ടിക്സ് സ്വീകരിച്ച പേഷ്യൻസിന്റെ എണ്ണത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. OTയിലെ ഓപ്പറേഷൻ തിയേറ്ററില് സർജറിക്ക് വിധേയരായിട്ടുള്ള മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറി ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററില് മൊത്തത്തില് ആ സർജറിക്ക് വിധേയരായവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അടുത്ത നോക്കിയേ, പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി. പല കാരണങ്ങൾ കൊണ്ടൊക്കെ സർജറി റീഷെഡ്യൂൾ ചെയ്യാറുണ്ട്, മാറ്റി വെക്കാറുണ്ട് അല്ലെ? അപ്പൊ അത് എന്താ? ഇപ്പൊ നമ്മള് ഫിക്സ് ചെയ്ത സർജറി എല്ലാ കേസുകളും മാറ്റി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അതിന്റെ പെർസെന്റേജ് കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിന് എന്താ പ്രോപ്പറായിട്ട് അക്രഡിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. നാബ് അക്രഡിറ്റേഷൻ കൊടുക്കൂല. എന്നുവെച്ചാൽ അവർക്കൂടെ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്ത് റീസൺ കൊണ്ടായിരിക്കും നമ്മളൊരു ഫിക്സ് ചെയ്ത ഡേറ്റിൽ നിന്ന് അത് പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞത്
എന്തെങ്കിലും ഇപ്പൊ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ അപൂർവമായിട്ട് എന്തെങ്കിലും കേസുകളിൽ സംഭവിക്കാം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന സർജറികൾ മിക്കതും പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബാഡ് ഇമേജ് ആണ് ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ പെർസെന്റേജ് അവർ നോക്കുന്നത് എങ്ങനെയാണ്? റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി കൺസിസ്റ്റ് ഓഫ് ക്യാൻസലേഷൻ, ക്യാൻസൽ ആയി പോയത്, സർജറി ക്യാൻസൽ ചെയ്ത പേഷ്യൻസ്, ആൻഡ് പോസ്റ്റ്പോൺമെന്റ്. പോസ്റ്റ്പോൺമെന്റ് എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കുക, മാറ്റിവെച്ചത്. ഒന്നില്ലെങ്കിൽ സർജറി എന്തെങ്കിലും കാരണം കൊണ്ട് ക്യാൻസൽ ആയി പോവോ അല്ലെങ്കിൽ മാറ്റിവെച്ചതോ. മാറ്റിവെക്കുക എന്ന് പറഞ്ഞ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് അവിടെ, ബിയോണ്ട് 4 hours. 4 hours-നും അപ്പുറം. ഇപ്പൊ 1-2 മണിക്കൂർ പോസ്റ്റ്പോൺ ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അതിൽ കൂടുതൽ 4 hour-ന് അപ്പുറം പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ, സർജറി പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ റീഷെഡ്യൂളിംഗ് സർജറി എന്ന് പറയാം. നമ്മൾ വീണ്ടും റീഷെഡ്യൂൾ ചെയ്തേക്കാണ്. ആ ഒരു ടൈമിൽ സർജറി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ സർജറി എന്തെങ്കിലും കാരണം കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തവരുടെയോ പെർസെന്റേജ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ. അവിടെ റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണം divided by number of cases planned. അവിടെ മൊത്തം പ്ലാൻ ചെയ്ത സർജറികളുടെ എണ്ണം, ആ കേസുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. പെർസെന്റേജ് ആണ് ചോദിച്ചുകൊണ്ട്. അപ്പൊ അതിന്റെ വാഹന പോലെ എന്താ ഒരു 100 എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ടാവും. നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. മനസ്സിലാവുന്നില്ലേ? റീഷെഡ്യൂൾ ചെയ്തത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ 18-ാം തീയതിക്ക് ഒരു 100 സർജറി അവിടെ ഫിക്സ് ചെയ്തു, അതില് 70 സർജറി പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പെർസെന്റേജ് കൂടുതലാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു ബാഡ് ഇമേജ് ആണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവർക്കുടേതായ കാര്യങ്ങൾ, പ്രോട്ടോകോളുകൾ, കാര്യങ്ങൾ അത് ഫോളോ ചെയ്തില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതും കൂടി നമ്മൾ എന്താ അക്രഡിറ്റേഷൻ കൊടുക്കാൻ നാവ് കൺസിഡർ ചെയ്യുന്ന ചില പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ക്ലിയർ ആയില്ല? അത് റീഷെഡ്യൂൾ ചെയ്ത സർജറികളുടെ എണ്ണത്തെ മൊത്തം ഡിവൈഡഡ് ബൈ മൊത്തം അവിടെ ഫിക്സ് ചെയ്ത സർജറികളുടെ എണ്ണം, നമ്പർ ഓഫ് കേസസ് പ്ലാൻഡ്. അവിടെ പ്ലാൻ ചെയ്ത കേസുകളുടെ, ആസൂത്രണം ചെയ്തിട്ടുള്ള സർജറികൾ അല്ലെങ്കിൽ കേസുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആയി പോകുന്നില്ലേ ഫോർമുലാസ്? അതൊന്ന് ടിക്കറ്റ് വെച്ച് 70 കഴിഞ്ഞ 90. ഓക്കെ, ശിഖ, ചിന്നു ഇവരെയൊക്കെ പെട്ടെന്ന് മെസ്സേജ് ഇടുന്നവരാണ്. ഷഫീന, അപ്പൊ എന്തെങ്കിലും ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടണം കേട്ടോ. ഇത് പിന്നെ വേറെ ഒന്നും പറയാനില്ല, നമുക്ക് ആ ഫോർമുലാസ് മാത്രം ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് പറയുന്നത് നോട്ട് ചെയ്തിട്ടാ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറി, അത് ടിക്കറ്റ് വെക്കുക കേട്ടോ. അടുത്ത നോക്കിയേ 20. ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണന്റ്. Turn around the rate of blood and blood component. Turn around the time എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേക്കുന്നത്? The time taken to be calculated from the time the request is received in the blood bank. Blood bankല് ഒരു ഇതിന്റെ ബ്ലഡിന്റെ റിക്വസ്റ്റ് സ്വീകരിച്ച സമയം മുതൽ ബ്ലഡ് ബാങ്കിൽ ഇപ്പൊ എനിക്ക് ഇന്ന ഗ്രൂപ്പ് ബ്ലഡ് വേണം, അപ്പൊ ബ്ലഡ് ബാങ്ക് അത് ആ നമ്മുടെ ഒരു റിക്വസ്റ്റ് അവര് സ്വീകരിച്ചു അല്ലെ, ആ സ്വീകരിച്ച സമയം മുതൽ എവിടെ വരെയാന്ന് നോക്കിയാൽ till the blood is cross matched or reserved and available for transfusion. അപ്പൊ ആ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ റിസർവ് ചെയ്ത് അത് ട്രാൻസ്ഫ്യൂഷന് അവൈലബിൾ ആക്കുന്ന ആ സമയം വരെ, ട്രാൻസ്ഫ്യൂഷന് പാകമാക്കുന്ന ആ ഒരു ടൈം, അതുവരെ എടുക്കുന്ന ടൈമിനാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അതായത് ബ്ലഡിന്റെയും ബ്ലഡ് കമ്പോണന്റിന്റെയും നമുക്ക് അത് ഇഷ്യൂ ചെയ്യാനുള്ള സമയമാണ്, ഇഷ്യൂ ചെയ്യാൻ എടുക്കുന്ന സമയം. ഇതാ ബ്ലഡ് ബാങ്കിന്റെ റിക്വസ്റ്റ് ലഭിച്ച, ബ്ലഡ് ബാങ്കിന് ആ റിക്വസ്റ്റ് ലഭിച്ച സമയം മുതൽ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് അത് റിസർവ് ചെയ്ത് ട്രാൻസ്ഫ്യൂഷന് പ്രാപ്തമാക്കുന്നത് വരെ, അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ ലഭ്യമാകുന്നത് വരെ എടുക്കുന്ന ടൈം. എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം taken divided by sum of time taken, അവിടെ എടുത്ത സമയമാണ്, divided by total number of blood and blood components cross matched or
റിസർവ്ഡ്. ആ സ്ലാഷ് ഇട്ടേക്കുന്നത് ഓർന്നാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്, മൊത്തം ക്രോസ് മാച്ച് ചെയ്ത ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിന്റെ എണ്ണം, അത് റിസർവ് ചെയ്ത ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം ഓഫ് ടൈം ടേക്കൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് ക്രോസ് മാച്ച്ഡ് ഓർ റിസർവ്ഡ്. ഇനി അടുത്ത നോക്കിയേ 21. Nurse patient ratio for ICUs and ward. Formula: number of nursing staff divided by number of occupied bed. ഇവിടെ നോക്കിയേ, നമുക്ക് ഈ ICUലൊക്കെ ഇത്ര ബെഡിന് അല്ലെങ്കിൽ ഇത്ര പേഷ്യൻസിന് ഇത്ര നേഴ്സ് എന്നുള്ള ഒരു റേഷ്യോ ഉണ്ട്. ഇപ്പൊ ഒരു ICUല് ഒത്തിരി പേഷ്യൻസ് ഉണ്ട്, അതിൽ ഒരു നേഴ്സിനെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അപ്പൊ അതിന് അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നേഴ്സിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ ഇത്ര ബെഡിന് ഇത്ര നേഴ്സ് എന്നുള്ള നിലയിലാണ് 1:2. ഓക്കെ, പഠിച്ചിട്ടുണ്ട് അല്ലെ? 1:2. അപ്പൊ ഇത്ര ബെഡിന് ഇത്ര നേഴ്സ്, അതായത് 1:2 എന്നുള്ള റേഷ്യോ ചിഹ്നമൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു റേഷ്യോ എത്രത്തോളം അത് ഫോളോ ചെയ്യുന്നുണ്ട്, നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, ICUലുള്ള നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, അതായത് 2 പേഷ്യന്റിന് ഒരു നേഴ്സ് അല്ലെ, അങ്ങനെയല്ല, 2 പേഷ്യൻസിന് ഒരു നേഴ്സ് എന്ന നില 1:2 എന്നുള്ളതാണ് റേഷ്യോ. അപ്പൊ അത് അതേ രീതിയിൽ ഫോളോ ചെയ്യേണ്ട ഒന്നാണ്. അപ്പൊ നോക്കി അതിന്റെ ഫോർമുല എങ്ങനെയാണ്? നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്, അവിടെ മൊത്തത്തിലുള്ള നേഴ്സിംഗ് സ്റ്റാഫിനെ എന്ത് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്, അവിടുത്തെ ബെഡിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ഒരു 100 ബെഡാണ് അല്ലെങ്കിൽ ഒരു 50 ബെഡാണ്, അപ്പൊ മൊത്തം നേഴ്സ് എത്രയുണ്ട്, എന്നിട്ട് അതിന് അവിടെ ഉള്ള നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്, ആ ബെഡിന്റെ എണ്ണം കൊണ്ട്, ബെഡ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്, ഓരോ ബെഡിൽ ഓരോ പേഷ്യൻസ് ആണല്ലോ, അപ്പൊ പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഫോർമുല: നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICUs ആൻഡ് വാർഡ്. ഓക്കെ, നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപ്പൈഡ് ബെഡ്സ്. ഇനി അടുത്ത നോക്കിയേ, വെയിറ്റിംഗ് ടൈം for outpatient consultation. Outpatient consultation ആയിട്ട് കാത്തിരിക്കേണ്ട വെയിറ്റിംഗ് ടൈം. Waiting time for outpatient consultation. Outpatient consultation ആയിട്ട് കാത്തിരിക്കുന്ന സമയം. Waiting time is the length of time which one should wait in order for a specific action to happen after that action is called for or mandated. അപ്പൊ അതായത് എന്താണ് നമ്മൾ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്താ ഒരു നിർദ്ദിഷ്ട പ്രവൃത്തി നമുക്ക് സംഭവിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട സമയം. ഇപ്പൊ അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്, അടുത്ത ഫോർമുല. അപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ടൈം നമുക്ക് എന്താണോ, ഇപ്പൊ ടെസ്റ്റ് ചെയ്യാനാണ് ടെസ്റ്റ് ചെയ്യാൻ, OPയിൽ കൺസൾട്ടേഷൻ ആണ് നമ്മൾ കാത്തിരിക്കണമെങ്കിൽ, ഡോക്ടർ കാണാനാണ് കൺസൾട്ട് ചെയ്യാനാണ് കാത്തിരിക്കണമെങ്കിൽ അതിനെടുക്കുന്ന ടൈം, അതാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ലെങ്ത് ഓഫ് ടൈം വിച്ച് one should wait in order for a specific action to happen. നമ്മൾ ഒരു നിർദ്ദിഷ്ട പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ടൈമാണ്. Waiting time for outpatient consultation is the time from which the patient has come to the respected outpatient department. ഏത് സമയമാണ് നോക്കിയേ? The patients are respected outpatient ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന സമയം മുതൽ. മനസ്സിലായോ? ആ പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന സമയം മുതൽ എവിടെ വരെയാ? till the time that is respected consultant begins the assessment. ആ ഒരു കൺസൾട്ടന്റ് മൂല്യനിർണയം ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന സമയമാണ്. ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന സമയം മുതൽ ആ ഒരു കൺസൾട്ടന്റ് മൂല്യനിർണയം ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന സമയം, അതാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ കാണുന്ന ഫോർമുല? സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ ടൈം ഫോർ കൺസൾട്ടേഷൻ. അപ്പൊ കൺസൾട്ടേഷന് വന്ന മൊത്തം പേഷ്യൻസിന്റെ എണ്ണം, കൺസൾട്ടേഷന് വന്ന
മൊത്തം പേഷ്യൻസിന്റെ എണ്ണം അതിന് എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യന്റ്. മൊത്തം കൺസൾട്ടേഷന് മാത്രമല്ല, അല്ലാതെ നമുക്ക് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാം അല്ലെ. അപ്പോ മൊത്തം ഔട്ട് പേഷ്യന്റ് പല ഇതുകൊണ്ട് നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന പേഷ്യൻസിന്റെ മൊത്തം എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? കൺസൾട്ടേഷന് നമ്മളൊരു പേഷ്യന്റ് കാത്തിരിക്കുന്ന സമയം മുതൽ നമ്മള് നമ്മൾ ആ ഡയഗ്നോസ്റ്റിക്കില് ഔട്ട് പേഷ്യന്റിൽ എത്തിച്ചേർന്ന സമയം, കൺസൾട്ടന്റ് ആയിട്ട് ഡയഗ്നോസ്റ്റിക്കില് എത്തിച്ചേർന്ന അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് അല്ല പറയുന്നത്. അപ്പൊ നമ്മള് ഈ കൺസൾട്ടന്റിനായിട്ട് നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചേർന്ന സമയം മുതൽ ആ ഒരു കൺസൾട്ടന്റ് നമുക്ക് മൂല്യനിർണയം, ഇവാലുവേഷൻ, നമ്മുടെ അസസ്മെന്റ് അല്ലെ മൂല്യനിർണയം ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന സമയത്തിനാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഫോർമുല നോക്കിയേ, ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ ടൈം ഫോർ കൺസൾട്ടേഷൻ ആയിട്ട് എടുത്ത ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്. മൊത്തം ഔട്ട് പേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസിനായിട്ട് എടുത്ത വെയിറ്റിംഗ് ടൈം, ഡയഗ്നോസിസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ടൈം. ഇപ്പൊ നമ്മളൊരു ലാബിൽ ചെന്നപ്പോ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമോ? രോഗനിർണയത്തിന് പറ്റുമോ? വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ആ വെയിറ്റിംഗ് ടൈമിന് ഒരുപാട് ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതും അതിന്റെ പെർസെന്റേജ് വെയിറ്റിംഗ് ടൈം കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ എല്ലാം ഫോളോ ചെയ്ത് പോകുന്നില്ല അല്ലെ. എല്ലാ റൂൾസുകളും അല്ലെങ്കിൽ എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നില്ല എന്നറിയാം. ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കുമ്പോഴല്ലേ. അല്ലെങ്കിൽ എല്ലാം നമ്മുടെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെ ആക്കിക്കൊണ്ട് പോകേണ്ട, വേഗം നമുക്ക് ഒന്നും ഡിലേ വരാത്ത രീതിയിൽ. പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്ന ഇതിന്റെ പെർസെന്റേജ് നോക്കുകയാണ്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് രോഗനിർണയത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ടൈം എങ്ങനെയാ നോക്കിയേ. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് ഇസ് ദ ടൈം ഫ്രം വിച്ച് ദ പേഷ്യന്റ് ഹാസ് കം ടു ദ ഡയഗ്നോസിസ് സർവീസ്. പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് സർവീസിൽ എത്തിച്ചേർന്ന സമയം. ഡയഗ്നോസ്റ്റിക്കില് നമ്മുടെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ലാബില് എത്തിച്ചേർന്ന സമയം മുതൽ എവിടെ വരെ, ടിൽ ദ ടൈം ദാറ്റ് ഈസ് ടെസ്റ്റ് ഈസ് സ്റ്റാർട്ടഡ്. ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വരെ. ചെന്നപ്പോ തന്നെ ടെസ്റ്റ് ചെയ്യണമെന്നില്ല നമ്മള് അല്ലെ. അപ്പൊ നമ്മൾ ആ ഡയഗ്നോസ്റ്റിക് സർവീസിൽ എത്തിച്ചേർന്ന സമയം മുതൽ ടിൽ ദ ടൈം ദാറ്റ് ഈസ് ടെസ്റ്റ് ഈസ് സ്റ്റാർട്ടഡ്. ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈം അതുവരെ എടുക്കുന്ന ടൈമാണ്. അതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ ഒന്ന് പറഞ്ഞാരെങ്കിലും. ഇത് എന്റെ നോട്ടിൽ കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നതിൽ സ്ക്രീനിൽ അത് വ്യത്യാസമുണ്ട്. ഒന്ന് കണ്ടുപിടിച്ചാരെങ്കിലും. എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ ചിന്നു? അവിടെ നമ്മൾ എഴുതിയിരുന്ന ഇക്വേഷനില് നമ്മൾ ഇത്രയും നാളൊരു സൂത്രവാക്യമൊക്കെ നമ്മളിപ്പോ പറഞ്ഞു പോന്നായിരുന്നു. നമ്പർ ന്യൂമറേറ്റർ വേറെ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ചല്ലേ. ഞാൻ എന്റെ നോട്ട് നോക്കിയായിരുന്നു പറഞ്ഞത്. അത് ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾ അത് പറഞ്ഞില്ല. ഇനി അടുത്ത ക്ലാസ്സിൽ വേണം കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീനിൽ അത് വ്യത്യാസമായിട്ടാണ് കിടക്കുന്നത്. ഇതിപ്പോ അടുത്ത ക്ലാസ്സിലൊന്ന് നോട്ട് ചെയ്തിടാം. അവർക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനായിട്ട് പ്രിന്റ് നോട്ട് എടുത്തപ്പോഴാണ് ഇതിൽ വ്യത്യാസപ്പെട്ട് കണ്ടത്. അപ്പോ ഒന്ന് നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യാമോ അത്? അപ്പൊ എങ്ങനെയാ നമ്മൾ പറഞ്ഞ രീതിക്കാണെങ്കിൽ എന്ത് വേണം? ആദ്യം ന്യൂമറേറ്റർ ചെയ്ത് വന്നം നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസിസ് അല്ലെ. ഡയഗ്നോസ്റ്റിക്കില് അന്ന് റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്. അവിടെ ഡയഗ്നോസ്റ്റിക്കിൽ അല്ലാതെ മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് കറക്റ്റ് ചെയ്തിട്ടേ അത് നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക്കില് റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണത്തെ മൊത്തം ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ് ടോട്ടൽ അവിടെ മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
കറക്റ്റ് ചെയ്തോ? ഓക്കെ ആയിക്കോ? ഓക്കെ ശരിക്കാം ഓക്കെ ആക്കി കമ്പിട്ടുണ്ട്. ഓക്കെ അതൊന്ന് കറക്റ്റ് ചെയ്തേ കേട്ടോ. അത് നമുക്കറിയാം, നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയായിരിക്കും കൊടുക്കണേടാ. ഫൈൻഡ് ഔട്ട് ദ ഫോർമുല വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിൽ എന്ത് എഴുതും? നമ്പർ ഓഫ് പേഷ്യൻസ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസിസ്. ഡയഗ്നോസിസിൽ റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം, നമ്പർ ഓഫ് പേഷ്യൻസ്, അതിനെ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഷ്യന്റ് റിപ്പോർട്ടിംഗ്. മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? അത് ടിക്കറ്റ് വെച്ചേ. 23ാമത്തെ ഫോർമുല കേട്ടോ, പഠിക്കണേ. ഒന്ന് ടിക്കറ്റ് വെച്ച് 21 നോട്ട് ചെയ്തോ കേട്ടോ. 21 90 17 ആ ഒരു പേജില് പറയാം. 17 19 21 then 23. ഓക്കെ ആ ഒരു പേജിൽ കേട്ടോ. 17 19 21 23 ഇതെന്തായാലും പഠിക്കേണ്ടത് കേട്ടോ. ഈ ടിക്കറ്റ് എന്നത് എന്തായാലും പഠിക്കണം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് 24 ആണ്. 24 ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ടൈം. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിനായി എടുത്ത സമയം. അപ്പൊ എങ്ങനെയാ നമ്മള് ഡിസ്ചാർജ് ഫോർമൽ ആയിട്ട് നമ്മളോട് പറഞ്ഞ അപ്പൊ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റുമോ? അപ്പൊ തന്നെ പോരാൻ പറ്റുമോ? ഡിസ്ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഒന്ന് നോക്കി ഓക്കെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് പറ്റി നോക്കി ഇറങ്ങി പോരാൻ പറ്റുമോ? അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെ? അവിടെ ബില്ലൊക്കെ ശരി. ഇപ്പൊ രാവിലെ ഡോക്ടർ വന്ന് ഡിസ്ചാർജ് ഫോർമലായിട്ട് നമ്മളോട് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടിയൊക്കെ നമുക്ക് അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ആ ഡിസ്ചാർജിനൊക്കെ ഒത്തിരി ടൈം എടുക്കാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? അവിടത്തെ കാര്യങ്ങൾ ഫാസ്റ്റ് അല്ല അല്ലെ? ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് ബില്ലൊക്കെ റെഡിയാക്കി നമുക്ക് തന്നെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വീഴ്ച തന്നെയാണ് അത് അല്ലെ? പെട്ടെന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബില്ല് സെറ്റ് ആക്കുക, പേഷ്യന്റിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പൊ ഇത് നോക്കി എങ്ങനെയാ നമുക്ക് ആ ഫോർമുല നോക്കി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കിയേ. The discharge process is considered to have initiated when the consultant formally approves discharge and ends with the patient leaving the clinical unit. ഇങ്ങനെ പറഞ്ഞേക്കുന്ന അവിടെ ഒരു കൺസൾട്ടന്റ് ഔപചാരികമായിട്ട് അവിടെ ഡിസ്ചാർജ് അംഗീകരിക്കുകയും രോഗി ആ ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്നതോടെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. കൺസൾട്ടന്റ് ഔപചാരികമായിട്ട് ഡിസ്ചാർജ് അപ്രൂവ് ചെയ്യുക, അംഗീകരിക്കുകയും ആ സമയം പറയുന്ന സമയം മുതൽ ആ ഒരു പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്നത് വരെ എടുക്കുന്ന ടൈമാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ നോക്കിയ ഫോർമുല നോക്കിയ സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിനായിട്ട് എടുത്ത സമയം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. അവിടെ മൊത്തം ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് അവിടെ മൊത്തം ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ 24 അതും ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം കേട്ടോ. 24 ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ 25. Percentage of medical records having incomplete and or improper consent. Percentage of medical records having incomplete ആയിട്ടുള്ളത് അല്ലെങ്കിൽ improper ആയിട്ടുള്ള consent സമ്മതം ഉള്ള മെഡിക്കൽ
റിപ്പോർട്ട്സിന്റെ പെർസെന്റേജ്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഞാൻ ഒന്ന് വായിക്കാം എന്നിട്ടത് പറഞ്ഞുതരാം. ഇൻഫോർമഡ് കോൺസെന്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോൺസെന്റ് ഇൻ വിച്ച് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഹാസ് എ ഡ്യൂട്ടി to initiate his or her patient about the procedure, its potential risks and benefits, alternative procedure or treatment with the risk and the benefits, so as to make the patient able to take an informed decision of his or her health care. Health care provider ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താ? പേഷ്യൻസിനോട് അവന്റെ പേഷ്യൻസിന്റെ രോഗം എന്താണെന്നും അതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ എന്താണ്, അതിന്റെ എന്തെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന റിസ്കുകൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ട്രീറ്റ്മെന്റിന്റെ ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ ഓഫ് ട്രീറ്റ്മെന്റ്, അപ്പൊ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിന്റെ നടപടിക്രമങ്ങള്, ഇതിനെ കുറിച്ചൊക്കെ ഒരു പറയാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന് എന്തുണ്ട്? ഒരു ചുമതലയുണ്ട്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം എന്റെ പേഷ്യൻസിന് അവന്റെ ആ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതിനകത്ത് നോക്കിയേ, അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയേ. സോ ആസ് ടു മേക്ക് ദ പേഷ്യന്റ് ഏബിൾ ടു ടേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ ഓഫ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് കെയർ. അപ്പൊ അതനുസരിച്ച് ആ പേഷ്യന്റിനെ തീരുമാനിക്കാൻ പറ്റും, ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡർ നൽകിയിട്ടുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് ആ ഒരു പേഷ്യന്റിന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഈ ട്രീറ്റ്മെന്റ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തോ വേറെ പോണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ആ പേഷ്യന്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ ഇൻകംപ്ലീറ്റ്. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ഫുൾ അല്ലെങ്കിൽ അവിടെ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ, ഫുൾ ആയിട്ടില്ലെങ്കിൽ. അപ്പൊ നോക്കിയാൽ എങ്ങനെയാണ് അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് മെഡിക്കൽ records having incomplete and or improper consent divided by, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്. ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ റെക്കോർഡ് ഇൻകംപ്ലീറ്റ് ആണ്, അവിടെ ഫുള്ള് ട്രീറ്റ്മെന്റ് അവിടെ എടുത്തില്ല. അപ്പൊ ഫിസിഷ്യൻ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് എന്ത് ഈ പേഷ്യന്റിന് അവിടെ തുടരണോ വേണ്ടിയോ അല്ലെങ്കിൽ അവന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഈ പേഷ്യന്റിന് കഴിയും. അപ്പൊ പേഷ്യന്റ് തീരുമാനിക്കാണ് എനിക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് വേണ്ട, ഡിസ്ചാർജ് ആവണം, അല്ലെങ്കിൽ അങ്ങനെ വേറെ ബെറ്റർ കുറച്ചും കൂടി കാണണം എന്നൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല. അതാണ് അപ്പൊ അങ്ങനെ ഉള്ള ഇതിന്റെ റേറ്റ്. Medical record having incomplete and or improper consent divided by number of discharges and death. Discharge ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അടുത്ത് നോക്കി, സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. കേട്ടിട്ടുണ്ടോ? സ്റ്റോക്ക് ഔട്ട് കേട്ടിട്ടുണ്ടോ? സ്റ്റോക്ക് ഔട്ട് എന്താ? സ്റ്റോക്ക് ഔട്ട് തീർന്നു പോവുക. ഓക്കെ, വെരി ഗുഡ്. അൻവർ സാദിഖ് ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എന്താ? സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ, അതാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞേ. ചിലപ്പോ നമ്മൾ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെല്ലുമ്പോൾ മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോ അവര് പറയാല്ലോ, അയ്യോ മരുന്ന് ഇവിടെ ഇല്ലല്ലോ, സ്റ്റോക്ക് ഔട്ട് ആണ് അല്ലെ, എക്സ്പയറി ആയത്. എക്സ്പയറി മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ആ മരുന്ന് അവിടെ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ, അതാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞത്. നിലവില് അവിടെ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ, അതാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞത്. അത് എന്തിന്റെ? റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എമർജൻസി മരുന്നുകൾ എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ എമർജൻസി ആയിട്ടാണ് അത് മേടിക്കാൻ ചെല്ലുന്നത്. അപ്പൊ അത് മേടിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പൊ ഫാർമസിയിലാവട്ടെ നമുക്ക് എന്താ, ആ മരുന്ന് എപ്പോഴും അവിടെ സ്റ്റോക്ക് വേണം. സ്റ്റോക്ക് അത് അവര് മെയിൻറ്റെയിൻ ചെയ്യണം. എമർജൻസി ആണ്, പെട്ടെന്ന് മേടിച്ച് ചെല്ലുമ്പോ അവിടെ ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരാൻ പാടില്ല. അപ്പൊ അതിന്റെ പെർസെന്റേജ് നോക്കിയേ.
സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ എങ്ങനെയാ? A stock out is an event which happen when an item listed as an emergency medication by the organization is not available upon the requested requirement date in that organization. അവിടെ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ഒരു ഓർഗനൈസേഷൻ എന്താ പറയാ, ഒരു ഓർഗനൈസേഷൻ അടിയന്തരമായിട്ട് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മരുന്ന്, എമർജൻസി ആയിട്ട് ഒരു ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മരുന്ന്, അത് അവിടെ റിക്വയർമെന്റ്സിനനുസരിച്ച് അവിടെ സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥ, അവർക്ക് അതിന്റെ ആവശ്യത്തിനനുസരിച്ച് അത് ആ ആവശ്യപ്പെട്ട തീയതിയിൽ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡേറ്റിൽ അത് അവിടെ അവൈലബിൾ അല്ലാത്തൊരവസ്ഥയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലേറ്ററി ഇൻറ്റു 100. അവിടെ ഇൻറ്റു കൂടി ഉണ്ട് കേട്ടോ, ഇൻറ്റു ഇട്ടിട്ടില്ല, ഇൻറ്റു 100. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ്, അപ്പൊ അവിടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകളുടെ എണ്ണം, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ, എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ്. എമർജൻസി മരുന്നായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട മരുന്നുകളില്ലേ, ഇപ്പൊ എല്ലാ മരുന്നും അവിടെ സ്റ്റോക്ക് ഔട്ട് ആണെന്നില്ല. എമർജൻസി ആയിട്ട് ലിസ്റ്റ് ചെയ്ത മരുന്നുകൾ അതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. മനസ്സിലാവണല്ലോ നിങ്ങൾക്ക്? അപ്പൊ നമ്മളിപ്പോ എല്ലാ മരുന്നുകളും, ഒരു 100 മരുന്നുകള് നമുക്ക് അവിടെ എമർജൻസി ഡ്രഗ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോ 20 ആയിരിക്കും അവിടെ സ്റ്റോക്ക് ഔട്ട്, 20 മരുന്ന് ചിലപ്പോ ഉണ്ടാവില്ല. അതാ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലേറ്ററി. ഹോസ്പിറ്റലില് എമർജൻസി മരുന്നായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രഗ്സിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അടുത്ത നോക്കിയേ 27, നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ് ഇൻ മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രിൽ എന്ന് കേട്ടിട്ടുണ്ടോ? മോക്ക് ഡ്രിൽ ഒരു പേര് കേട്ടിട്ടുണ്ടോ? മോക്ക് ഡ്രിൽ എന്താ? മോക്ക് ഡ്രില്ലിന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ദുരന്തമൊക്കെ ഇല്ലേ, ഇപ്പൊ ഫ്ലഡ് വന്നു, എന്തെങ്കിലും ഡിസാസ്റ്റർ ദുരന്തങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡെമോൺസ്ട്രേഷൻ, ഓക്കെ. അപ്പൊ അതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാകും ഒരു ട്രെയിനിങ് ഒക്കെ ഡെമോ ഒക്കെ ചെയ്ത് കാണിക്കുന്നത്, ഓക്കെ, ശരിയാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെ എങ്ങനെ ഫേസ് ചെയ്യണം അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു ട്രെയിനിങ്, അതിന് വേണ്ടി നമുക്ക് എന്താ പറയാ, മോക്ക് ഡ്രിൽ എന്ന് പറയാം. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു അടിയന്തരമായിട്ട് ഇപ്പൊ നമ്മൾ ഫ്ലഡ് ഒക്കെ വന്നു, അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇപ്പൊ ലൈഫ് സ്ക്വാഡുകളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഇപ്പൊ ഒരാള് വെള്ളത്തിൽ പോയാൽ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നീന്തണം, അതേക്കുറിച്ചൊക്കെ അവർക്ക് ഈ ഇത് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു ഇതിനകത്താണെങ്കിലും ഇപ്പൊ പറഞ്ഞത് പറയണ്ട, ഫയർ മോക്ക് ഡ്രില്ല് വരുന്നുണ്ട്, ഡിസാസ്റ്റർ ഡ്രില്ല് വരുന്നുണ്ട്, കോൾഡ് ബ്ലൂ ഡ്രില്ല് വരുന്നുണ്ട്, പാൻഡമിക് പ്രിപ്പയർനെസ് ഡ്രില്ല് വരുന്നുണ്ട്. അപ്പൊ ഏതൊരു അതാണെങ്കിലും ഒരു അടിയന്തരമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു ദുരന്തത്തെ ഒരു നേരിടാനുള്ള പരിശീലനം, ഒരു അടിയന്തരമായിട്ടുള്ള ഒരു ദുരന്തത്തെ നേരിടാനുള്ള പരിശീലനമാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. മോക്ക് ഡ്രിൽ ഈസ് എ സിമുലേഷൻ എക്സസൈസ് ഓഫ് പ്രിപ്പയർനെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. ഏത് സംഭവം ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ദുരന്തമാണെങ്കിലും അതിനെ നേരിടാനുള്ള ഒരു ട്രെയിനിങ്, അതാണ്. ഇറ്റ് വുഡ് ബി ആൻ ഇവന്റ് ഓർ എ ഡിസാസ്റ്റർ. അതൊരു ഇവന്റ് ആവാം അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ആവാം. ദിസ് ഈസ് ബേസിക്കലി എ ട്രൈ റൺ ഓർ പ്രിപ്പയർനെസ് ഡ്രിൽ. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഏതൊക്കെയാ? ഫയർ മോക്ക് ഡ്രിൽ, പെട്ടെന്ന് തീ പിടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാം? ഡിസാസ്റ്റർ ഡ്രില്ല്, കോഡ് ബ്ലൂ ഡ്രിൽ. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ട്, കാർഡിയാക്ക് ഓർ റെസ്പിറേറ്ററി അറസ്റ്റ്, പെട്ടെന്ന് ഒരു ഹൃദയസ്തംഭനം വന്നോ, കാർഡിയാക്കുമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നോ, അപ്പൊ അതിന് നമുക്കിപ്പോ CPR ഒക്കെ കൊടുക്കും. അതന്നെ, വെരി ഗുഡ്. ഇവിടെ മെസ്സേജ് ഇട്ടുണ്ട്, CPR കൊടുക്കുന്നതൊക്കെ. അപ്പൊ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതാണ് കോഡ് ബ്ലൂ ഡ്രില്ല്. ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർനെസ് ഡ്രില്ല്, ഗ്ലോബൽ നമുക്ക് അന്താരാഷ്ട്ര തരത്തിലുള്ള രോഗങ്ങളിലെ പാൻഡമിക് പകർച്ചവ്യാധികളെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ അത് തടയാം, അല്ലെങ്കിൽ അതിന് വേണ്ടി കൊടുക്കുന്ന അതിനെ നമുക്ക് കളയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ്, അതാണ് അവിടെ ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർനെസ് ഡ്രിൽ.
എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് ഇല്ല. നിങ്ങളുടെ ഫ്രണ്ട് നോട്ടിൽ ചിലപ്പോൾ ന്യൂമറേറ്റർ ഉണ്ടാവുള്ളൂ, ഡിനോമിനേറ്റർ ഉണ്ടാവില്ല. അതൊന്ന് എഴുതി വെച്ചേക്കാം, അവിടെ തന്നെ ഒന്ന് എഴുതിയത് കേട്ടോ. ന്യൂമറേറ്റർ അവിടെ കിടക്കല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ് ഇൻ മോക്ക് ഡ്രിൽ. അല്ലെ? ന്യൂമറേറ്റർ ഇല്ലേ നിങ്ങൾക്ക് തന്നേക്കുന്ന, നിങ്ങൾക്ക് PDF തന്ന നോട്ടില്? ഓക്കെ. അപ്പൊ ന്യൂമറേറ്റർ അവിടെ ഓൾറെഡി ഉണ്ട്. ഡിനോമിനേറ്റർ നിങ്ങൾ ഡിവൈഡഡ് ബൈ ഇതൊന്ന് എഴുതി ചേർത്തേക്ക് അവിടെ. ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ് ഇൻ എ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ, അതിന് എന്ത് ചെയ്യണം? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്. Total number of observation made into 100. Total number of observation made into 100. Okay. Okay. Ini next. Ini okay, അവിടെ 28. Okay. Patient fall rate falls per 1000 patient. അത് 1000 ദിവസങ്ങളില് നമ്മൾ അവിടെ വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം. ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വീഴുക. എവിടെ നോക്കിയേ? A fall is defined as loss of upright position that result in landing on the floor, ground, or an object or furniture, or a sudden uncontrolled uni-intentional non-purposeful downward displacement of the body to the floor, ground, or hitting another object like a chair or stair. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്ന? ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്രൈറ്റ് പൊസിഷൻ നഷ്ടപ്പെടുന്നു, നമുക്ക് നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, നമ്മുടെ നേരെ നിൽക്കാനുള്ള ഒരവസ്ഥ നഷ്ടപ്പെടുന്നു. അതിനെയല്ലേ നമ്മൾ ഫോൾ എന്ന് പറയുന്നത്, വീഴുക എന്ന് പറയുമ്പോൾ. നമുക്ക് നിൽക്കാൻ പറ്റൂല, നമ്മുടെ വീഴും. അതെന്താ? പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മുൻകൂട്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 1000 പേഷ്യന്റ് 1000 പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1000 ദിവസത്തില്. ഓക്കെ, 1000 ദിവസത്തില് നമ്മൾ അവിടെ വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അപ്പൊ വന്ന ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാരൊക്കെ വീഴുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട് അല്ലെ? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഫോൾ റേറ്റിന്റെ എണ്ണം കൂടുക എന്ന് പറഞ്ഞാൽ അല്ലെ? അത് പല കാരണങ്ങൾക്കുണ്ടാവാം. എന്തായാലും നമ്മൾ മുൻകൂട്ടി അവിടെ വീഴണമെന്ന് പറഞ്ഞ് ചെല്ലണമല്ലല്ലോ. ഹോസ്പിറ്റലിൽ മുൻകൂട്ടി അവിടെ ചെല്ലുമ്പോൾ ഒന്ന് വീണേക്കാന്ന് വിചാരിക്കുന്നതല്ല, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അൺപ്ലാൻഡ് ആണ്, നമ്മൾ ആസൂത്രണം ചെയ്യാത്തതാണ്. അത് അങ്ങനെ തറയിൽ വീഴുന്ന പല രീതിയിലാവാം. നമുക്ക് വല്ല ഫർണിച്ചറിലൊക്കെ തട്ടിയോ, എന്തെങ്കിലും ഒബ്ജക്റ്റിലൊക്കെ തട്ടിയോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞ ചെയർ അല്ലൊക്കെ സ്റ്റെയർ ഇവിടെയൊക്കെ ഇടിച്ചൊക്കെ വീഴുന്ന സംഭവമാണ്. എന്തെങ്കിലും ഹിറ്റ് ചെയ്യുക, ഇടിക്കുക, തട്ടുക, hitting another object like a chair or a stair, ചെയറിലോ ഒക്കെ തട്ടി നമ്മൾ വീഴുന്ന ഒരു സംഭവമാണ് അത്. It is an event that ends in a person coming to rest unknowingly on the ground or floor or other lower level. ഇതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, പ്ലാൻഡ് അല്ലാതെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അവര് ഒരു പേഴ്സൺ റെസ്റ്റ് ചെയ്യാണത് അല്ലെ? അപ്പൊ എന്തെങ്കിലും തട്ടി ഇതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ അത് വീഴുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു പേഴ്സൺ അറിയാതെ തന്നെ ആ ഗ്രൗണ്ടിൽ വിശ്രമിക്കുന്ന സംഭവമാണ് പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിങ് ടു റെസ്റ്റ് അൺനോയിങ്ലി, നമ്മൾ അറിയാതെ തന്നെ ഓൺ ദി ഗ്രൗണ്ട് ഓർ ഫ്ലോർ ഓർ അതർ ലെവൽ, അല്ലെങ്കിൽ താഴെ പ്രദേശത്തൊക്കെ വീഴുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല നോക്കി, നമ്പർ ഓഫ് പേഷ്യൻസ് ഫോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ. പേഷ്യന്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1000, അതായത് 1000 ദിവസത്തില് അവിടെ എത്ര പേഷ്യന്റ് വീഴുന്നുണ്ട്, അതിന്റെ ഫോൾ റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 1000 ദിവസം ആയതുകൊണ്ട് ഇൻറ്റു 1000, 1000 കൊണ്ട് അവിടെ ഇൻറ്റു ചെയ്യുന്നു, അത്രയാ പറഞ്ഞേക്കുന്നത്. അതിന്റെ ഫോർമുല നോക്കാം കേട്ടോ. പേഷ്യന്റ് ഫോൾ റേറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് അതൊന്ന് ടിക്കറ്റ് വെച്ച് 28 number of patient falls divided by total number of patient day into 1000.
into 1000. ഓക്കെ, ഞാൻ ഒന്നുകൂടി നമ്മൾ ഇങ്ങനെ എടുത്തതിന്റെ ആ ടിക്ക് ഇടാനുള്ളത് ഒന്ന് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. നമ്മളത് 14 15 തുടങ്ങിയല്ലേ പറഞ്ഞു പോയത്. ഓക്കെ, അതിനകത്ത് നമ്മള് 16 16ാമത്തെ ടിക്ക് ഇട്ട കേട്ടോ. നോക്കിയത് ടിക്ക് ഇട്ടതൊക്കെ ഒന്ന് കറക്റ്റ് അല്ല, എന്തായാലും പഠിക്കേണ്ടതാണ് കേട്ടോ. ഇത് എന്തായാലും ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ട് വീണ്ടും വീണ്ടും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന ഫോർമുല. പിന്നെ 17 17 19 18 then 21 23 then 24 18 ഇല്ലേ? 18 ഇല്ല കേട്ടോ. 18 ഞാൻ പറഞ്ഞില്ലല്ലോ. 17 കഴിഞ്ഞ 19 ആണ് കേട്ടോ. 17 19 21 23 24 28 28. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതാണല്ലോ. ഇനി അടുത്തത് ഒന്ന് രണ്ടെണ്ണം കൂടി പറയാം നമുക്ക്. 29 പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ് എന്ന് പറഞ്ഞാൽ കേട്ടില്ലേ? നമ്മൾ പറയാറുണ്ടല്ലോ, ഓ ജസ്റ്റ് മിസ്സായിപ്പോയി അല്ലെ, വീഴാൻ പോയതായിരുന്നു ഞാൻ, ജസ്റ്റ് മിസ്സായി എന്ന് പറയും അല്ലെ. ജസ്റ്റ് മിസ് എന്ന് നമ്മൾ പറയും, നിയർ മിസ്. അതായത് നമുക്ക് അങ്ങനെ ഒരു അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ദൈവാധീനം കൊണ്ടോ എന്തെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ആ ഒരു സംഭവം, അവരുടെ ഒരു സംഭവം വരുന്നില്ല. അതാണ് ഓക്കെ. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എ നിയർ മിസ് ഈസ് ആൻ അൺപ്ലാൻഡ് ഇവന്റ്. ഇതും എങ്ങനെയാ? ആസൂത്രണമല്ല, നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമാണ്. അൺപ്ലാൻഡ് ഇവന്റ് that did not end in an injury. പക്ഷെ എന്താ, അത് ഇഞ്ചുറിയിൽ കലാശിക്കുന്നില്ല. but did not end in an injury. ഒരു ഇഞ്ചുറിയിൽ അവിടെ കലാശിക്കുന്നതല്ല. അതിന് ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്സായി. or damage, injury, illness or damage. അത് അതിന് കലാശിക്കുന്നില്ല. did not end in injury, illness or damage. ഇഞ്ചുറിയിലോ ഒരു രോഗത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഡാമേജിനും ഒന്നും കാരണമാകുന്നതല്ലാതെ. but had the power to do so. പക്ഷെ എന്താ, അതിനുള്ള പവർ ഉണ്ടായിരുന്നു അവിടെ. ഇഞ്ചുറി പറ്റാൻ, അല്ലെങ്കിൽ ഒരു രോഗം വരാൻ, ഒരു ഡാമേജ് പറ്റാൻ, കൈയൊടിയ കാലൊടിയ അങ്ങനെയുള്ളതിന് ചാൻസ് ഉണ്ടായിരുന്നു. അതിനുള്ള പവർ ഉണ്ട്, പക്ഷെ അതിലേക്ക് വരുന്നില്ല. ഇതൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. Errors that did not result in patient harm but could have classified as a near misses. അതാണ്. എന്നാൽ രോഗിക്ക് ദോഷം വരുത്താത്തതോ അല്ലെങ്കിൽ ഉണ്ടാകാൻ ഇടയുള്ള ഒരു ഇറേഴ്സിനെ ആണ് നമ്മള് നിയർ മിസ്സുകളായിട്ട് കണക്കാക്കുക. അതിന്റെ ഫോർമുല നോക്കി എങ്ങനെയാ? നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്. അവിടെ റിപ്പോർട്ട് ചെയ്ത നിയർ മിസ്സുകളുടെ എണ്ണം. Number of near misses reported divided by number of incidents reported. അവിടെ മൊത്തം റിപ്പോർട്ട് ചെയ്ത ഇൻസിഡൻസിന്റെ എണ്ണം into 100. അവിടെ into ഇല്ല കേട്ടോ, അത് into ഒന്ന് ചേർത്ത് വെച്ചേക്കാം, മിസ്സായതാണ്. Number of near misses reported divided by number of incidents reported into 100. Okay. ഇനി അടുത്തത് 29. 29 അല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്? 29 പറഞ്ഞു, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നോക്കി 30. 30ാമത്തെ ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. നീഡില് മുറിവ്, നമുക്ക് സൂചിയും കൊണ്ടൊക്കെ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. Needle stick injury is a perforating stab wound from the needle
or other sharp objects that may result in exposure to blood or other body fluid. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്ന, സൂചിയിൽ നിന്നുള്ള സൂചിയും കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സും കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറി. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് നമുക്ക് ആ മുറിവ് പറ്റി അതിന് ബ്ലഡ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് ഒക്കെ നമുക്ക് വരുന്നതിന് കാരണമാകുന്നു. ഇത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ വരുന്നല്ല, അബദ്ധത്തില്, അതാണ് അബദ്ധത്തില് ചർമ്മത്തിൽ കുത്തുന്ന സൂചികൾ മൂലമുണ്ടാകുന്ന ഒരു ഇഞ്ചുറിയാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. Okay, needle stick injuries are wound caused by the needle that accidentally puncture the skin. സ്കിന്നിന് ആക്സിഡന്റ് ആയിട്ട് അപ്രത്യക്ഷമായിട്ട് എന്താണ് പഞ്ചറാക്കുന്നു, അതിന് ഡാമേജ് ആക്കുന്നു. അങ്ങനെയുള്ളതാണ് ഒരു നീഡില് അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ട് സംഭവിക്കുന്ന ഒരു മുറിവാണ്. അതിൽ നിന്ന് ബ്ലഡോ അല്ലെങ്കിൽ അതിൽ മറ്റുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ പുറത്തേക്ക് വരാം, അങ്ങനെ ചാൻസ് ഉണ്ട്. അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് parental exposure, parental by injection എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്, divided by number of inpatient days into 1000. ഇഞ്ചക്ഷൻ മൂലം നമ്പർ ഓഫ് പാരന്റൽ എന്നുള്ളതാണ് അത്. ബൈ ഇഞ്ചക്ഷൻ വഴി ഉണ്ടാകുന്ന ആ മുറിവുകൾ divided by number of inpatient day, അവിടെ മൊത്തമുള്ള ഇൻപേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക into 100 എഴുതുക. ഇനിയിപ്പോ ഒരു രണ്ടെണ്ണം കൂടി അതിനകത്ത് വരുന്നുള്ളൂ, 31 ഉം 32. ബാക്കിയിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും നമ്മൾ 30 എണ്ണം ഇന്നത്തെ ക്ലാസ്സിൽ തീർത്തിട്ടുണ്ട്. ഇനി ചെറിയ 2 ഇതും കൂടി ഉള്ളൂ, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ അടുത്തത് ജോബ് റെസ്പോൺസിബിലിറ്റി ആണ് വന്നത്, അത് കുറച്ച് പോയിന്റ്സ് കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി 2 ചാപ്റ്റർ കൂടി അവിടെ ഉണ്ട് എടുക്കാനായിട്ട്. നെക്സ്റ്റ് എടുക്കുന്നത് an overview of health and hospital administration. പേര് നോട്ട് ചെയ്തോ, അത് എത്രാമത്തെ ചാപ്റ്റർ ഞാൻ നോക്കി ഓർക്കുന്നില്ല, എത്രാമത്തെ നമ്പർ പുറത്തെ മൊഡ്യൂളിൽ തന്നെ വരുന്ന നോക്കിയത്. an overview of health and hospital administration ഉണ്ടാവും. നമ്മുടെ മൊഡ്യൂൾ എഴുതിയിട്ടുണ്ടോ ആർക്കെങ്കിലും കയ്യില്? എത്രാമത്തെ ഒന്ന് നോക്കി പറയോ? 7ാമത്തെ ചാപ്റ്റർ ആണോ തോന്നുന്നത്? 4th മൊഡ്യൂളില് 7ാമത്തെ ചാപ്റ്റർ ഒക്കെയാണ് അല്ലെ? 4th മൊഡ്യൂളിലെ 7ാമത്തെ ചാപ്റ്റർ. അതൊന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് പ്രിന്റ് എടുത്ത് വെച്ചേക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യില് നിങ്ങൾക്ക് നേരത്തെ PDF ഇട്ട് തന്നതില് എത്ര 47 ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൊഡ്യൂൾ വൈസ് ആണ് കേട്ടോ നിങ്ങൾക്ക് എക്സാം. അപ്പൊ അത് നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഒക്കെ അതിന്റെ അനുസരിച്ച് ഓർഡർ ചെയ്ത് തന്നെ വെക്കുക. നമ്മുടെ ആ 4 പേപ്പറും മൊഡ്യൂളുകളും തിരിച്ച് തന്നെ നിങ്ങൾ വെക്കുക. ഇനിയിപ്പോ അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് 3rd 4th മൊഡ്യൂള് എക്സാം വരുമല്ലോ. അപ്പൊ നമുക്ക് അതാ നിങ്ങൾ ഓരോന്നും അങ്ങനെ വെച്ചാൽ മതി. മൊഡ്യൂൾ 1 വരുന്ന PDF ഒക്കെ ഒരു ചാപ്റ്റർ നെയിം ആണ്. ചാപ്റ്ററിന്റെ പേര് ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. 4th മൊഡ്യൂളില് 7ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നത്. 4th മൊഡ്യൂളില് 7ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ബാക്കിയിട്ട് നമുക്ക് 2 അടുത്ത ക്ലാസ്സിൽ നോക്കാം. 6ാമത്തെ ആണോ? 4th മൊഡ്യൂളിൽ 6ാമത്തെ ചാപ്റ്ററിനാണോ കിടക്കുന്നത്? എന്തായാലും പേര് കിട്ടിയല്ലോ. അത് ഇപ്പൊ നമ്മുടെ നേരത്തെ PDF-ലൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ടാ കിടക്കുന്നത്. 47 കിടക്കണമെന്നാ പറഞ്ഞത്. അത് കുഴപ്പമില്ല, നിങ്ങൾ ആ പേര് നോക്കി വെച്ചാൽ മതി. അതുകൊണ്ട് പിന്നെ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്. ഈ മന്ത് നിങ്ങൾക്ക് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ. വരുമ്പോ നിങ്ങൾ ഇവിടെ നിന്ന് അറിയിക്കും, ഓഫീസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താ എക്സാം അറിയിക്കും. ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ ആയില്ലേ, എല്ലാവരും ക്രിസ്മസിന്റെ തിരക്കായല്ലേ, പിള്ളേർക്ക് എക്സാം തുടങ്ങി, അതിന്റെ തിരക്കായി അല്ലെ. പിള്ളേരൊക്കെ എക്സാമിന് ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലെ, സ്റ്റേറ്റിനൊക്കെ ഇന്ന് എക്സാം അല്ലേ. മോനൊക്കെ എക്സാമിന് പോയിട്ടാണ്. എക്സാമിന്റെ തിരക്ക് വന്നു, അത് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ ആയി, പിന്നെ ക്രിസ്മസ് ആയി. എന്തായാലും എല്ലാവരും ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് കുറച്ചൊക്കെ പഠിച്ച് തീർക്കാം. പിള്ളേർക്ക് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അവര് പഠിപ്പിക്കാൻ ഇനി അടുത്ത 3rd 4th മൊഡ്യൂളിന്റെ എക്സാം ആയിരിക്കും. നിങ്ങൾ പറയും, അങ്ങനെ എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ തരും കേട്ടോ. ഓക്കെ,
അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ് തീർക്കാം. 2 മിനിറ്റ് മുന്നേ തീർക്കുകയാണ്. കണ്ടിന്യൂസ് ക്ലാസ്സുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് തൊണ്ടടഞ്ഞിട്ടുള്ള ഭയങ്കര ത്രോട്ട് പ്രോബ്ലം ഭയങ്കര വേദന തൊണ്ടയ്ക്ക്. ഓക്കെ, നിങ്ങളത് ഒന്ന് പ്രിന്റ് എടുത്ത് വെച്ചേരെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറ്റുന്ന പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു ചാപ്റ്റർ കൂടി അവിടെ നമുക്ക് നിൽക്കേണ്ട ഹൗസ് കീപ്പിംഗ്. അത് എളുപ്പമാണ്. ഹൗസ് കീപ്പിംഗ് സർവീസ് ചെറിയ ചാപ്റ്റർ വേഗം തീരും. ഓക്കെ, ആ 2 ചാപ്റ്റർ കൂടിയാണ് ഇനി നമുക്ക് ഉള്ളത് കേട്ടോ. ലാസ്റ്റ് വൺ പറഞ്ഞത് നോക്കിയതല്ലോ. നമ്മൾ 30ാമത്തെ അല്ലേ പറഞ്ഞത്. അത് 1000 പേഷ്യന്റ് ഡേ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ 1000 പറഞ്ഞു വെക്കുന്നത്. 1000 പേഷ്യന്റ് ഡേയിൽ സംഭവിക്കുന്ന ഇഞ്ചുറികളുടെ എണ്ണം 1000 ഡേ ആണ്. അതുകൊണ്ടാണ് ഇൻഡു എന്ന് പറഞ്ഞിരുന്നത്. ഇൻഡു 1000 ആണ്. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നമുക്ക്.